Very good morning and Assalamu alaikum. May Almighty bless this occasion and the venture for a fruitful and progressive future. Honorable Chief Guest of the Day, Sunil Lal Bahadur Shastri, who inaugurated this headquarter building, and the guest of honor of the day, Sri Subhash Gupta from NAFCAP, respected T. Arif Ali Sahab, President Sahulid Microfinance Society, Janab P. Mujibur Rahman Sahab, Amir Jamaat Kerala, and other dignitaries on and off the dais. Today, I am very happy and privileged to be here in front of you to present a nutshell of the performance of the society in a different stream. Actually, what we are doing for the past 12 years, the report specifically mentioned for the last 6 years activities. You can see that the report says that there is a slogan that reach the unreached. As we know that there are so many financial institutions are available in the country, but even though after 75 years of the independence, we could not reach to the bottom level of the society. സംഗമത്തിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനത്തിൽ എവിടെയാണ് ഒരു വ്യതിരിക്തമായ പ്രവർത്തനം കൊണ്ട് സംഗമം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സംഗ്രഹ റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. റീച്ച്ഡ് ദി അൺറീച്ച്ഡ്, എത്താത്തവരിലേക്ക് എത്താം എന്നതാണ് സംഗമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പരിസരങ്ങളിൽ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ എന്തുകൊണ്ടാണ് വ്യതിരിക്തമായ ഒരു പ്രവർത്തന പാതയിൽ സംഗമം മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ആവശ്യകത നമ്മൾ ഡോക്യുമെന്ററിയിൽ നമ്മൾ കാണിക്കുകയുണ്ടായി. ആളുകളിലേക്ക് ഇനിയും നമ്മൾ സാധാരണ കാണുന്ന പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ഇനിയും ആളുകളിലേക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എത്തേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളതിനെ സാധാരണഗതിയിൽ ഫൈനാൻഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയും. ആ പുറത്തു നിൽക്കുന്ന ആളുകളെ വീണ്ടും ഇതിലേക്ക് ഉൾച്ചേർക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സംഗമം അതിന്റെ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 രജിസ്ട്രേഷൻ ലഭിക്കുകയും കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ പ്രവർത്തനാനുമതിയോടുകൂടി സംഗമം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. 2013 അതിന്റെ പ്രഥമ ബ്രാഞ്ച് 2013 സെപ്റ്റംബർ 9 തമിഴ്നാട്ടിലെ വാണിയമ്പാടിയിൽ പ്രഥമ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തനത്തിലേക്ക് പോയി. എങ്ങനെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, രാജ്യത്ത് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ പിന്നാക്ക ജനവിഭാഗങ്ങൾ, സാമ്പത്തികമായി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എണ്ണിക്കാണുവാൻ കഴിയും. അതിൽ സാമ്പത്തികമായ എങ്ങനെയാണ് ആളുകളെ പിൻബലം കൊടുക്കാൻ കഴിയുക എന്നുള്ള ആലോചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംഗമവും അതുപോലെ തന്നെ വിഷൻ 26 ഒക്കെ രൂപം കൊള്ളുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബഹുമാന്യനായ പ്രൊഫസർ KA സിദ്ദീഖ് സാഹിബ്, അദ്ദേഹത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ നിതാന്തമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ ഒരു പദ്ധതി രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താണ് സംഗമം മുന്നോട്ട് വെക്കുന്നത്? സംഗമത്തിന്റെ ഉദ്ദേശം എന്താണ്? ടു ബി എ proactive and dynamic cooperative society. That is one of the vision which we move. ഇതാണ് സംഗമത്തിന്റെ വിഷനിൽ ഒന്നാമത്തത്. നമ്പർ 2, പാർട്ടിസിപ്പേറ്ററി മൈക്രോ ഫിനാൻസ്. രണ്ടാമത്തത് പങ്കാളിത്ത മൈക്രോ ഫിനാൻസ് എന്നുള്ളതാണ്. മൂന്നാമത്തത്
ensure sustainable growth and profitability. സാധാരണഗതിയിലുള്ള ബാങ്കിംഗ് സംവിധാനങ്ങൾക്കപ്പുറത്ത് ആളുകളുടെ ജീവിതത്തിൽ ഉൽപാദനക്ഷമമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുവാൻ, അതിൽ അവരുടെ ജീവിതത്തിൽ സംഗമവുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക വഴി ഏതോ അർത്ഥത്തിൽ ഒരു വരുമാനത്തിനുള്ള ഉപാധി ബാക്കിയാവണം എന്നുള്ള രൂപത്തിലാണോ പാർട്ടിസിപ്പേറ്ററി മൈക്രോ ഫിനാൻസ് സംവിധാനം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാർട്ടിസിപ്പേറ്ററി മൈക്രോ ഫിനാൻസ് ആണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും സംഗമത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഈ വിഷനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നടപടികളെ കുറച്ചുകൂടി നന്നാക്കിയെടുക്കുവാനുള്ള സംവിധാനം എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ മിഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രൂപത്തിൽ അതിനനുസൃതമായിട്ടുള്ള പ്രൊജക്ടുകൾ, വായ്പാ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രണ്ട് രൂപത്തിലാണ് നമ്മുടെ പ്രവർത്തനം നിർവഹിക്കപ്പെടുന്നത്. There is a two way of purpose in our performance, that is mobilize savings and promoting entrepreneurship. We collect different types of deposits from the members of the Sangamam and we utilize the fund, majority of the fund for the purpose of promoting entrepreneurship. Why promoting entrepreneurship instead of merely giving lending or credit to the members again? So the purpose behind the promoting entrepreneurship is that to give that member to a help to set up a income source in their life. ആളുകളുടെ ജീവിതത്തിൽ ഒരു സംരംഭം ഉണ്ടാവുക. കടം കൊടുത്ത് നമുക്ക് കടം തിരിച്ചു പിടിക്കാൻ കഴിയും. ആളുകൾ പണം വാങ്ങുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി വീണ്ടും അവർ കടക്കാരായി തീരുന്നു. ആ കടബാധ്യതകൾ വർദ്ധിക്കുന്നു. അതിനപ്പുറത്താണ് നമ്മൾ ഒരു എന്റർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നത് വായ്പ തിരിച്ചടക്കുവാനും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും ഒരേ സമയം സാധിക്കുന്നു എന്നുള്ളതാണ് സംരംഭങ്ങളുടെയും സ്വയം തൊഴിൽ സംവിധാനങ്ങളുടെയും സാധ്യത എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ നമ്മൾ മൈക്രോ ഫിനാൻസിലേക്ക്, പാർട്ടിസിപ്പേറ്ററി മൈക്രോ ഫിനാൻസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്? സംഗമത്തിന്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ലോഗോ ആളുകൾ ചേർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത രൂപത്തിലുള്ള നാനാവിധ മതവിഭാഗങ്ങളെ ചേർത്ത് നിർത്തി ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വേർതിരിവില്ലാതെ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സംഗമം അതിന്റെ പ്രവർത്തനം നിർവഹിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഊന്നുന്നത് മൈക്രോ ഫിനാൻസ് മേഖലയിലേക്ക് നമ്മൾ പോകാൻ കാരണം ചെറുകിട വായ്പകൾ കൊടുക്കുക എന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. വലിയ വായ്പകൾ കൊടുക്കുകയും വലിയ തോതിൽ പലിശ വാങ്ങുകയും ചെയ്യുക എന്നിടത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ബദലായിക്കൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയണം. ചെറിയ എമൗണ്ടുകൾ കൊടുത്ത് ചെറിയ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് വലിയ രൂപത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ അതിനാവശ്യമായിട്ടുള്ള നിക്ഷേപ പദ്ധതികളും വായ്പാ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ മെമ്പർമാർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ്. വി ആർ ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ടു എൻഷുർ ദീസ് different types of participatory microfinance service. Now we are moving to the statistics. For the last 6 years, what we are, the society started its operation in 2013, as I mentioned already. We have started with 172 members, and in 2021 we have reached to 25,127. Now we have reached the membership base into 42,868. 172 അംഗങ്ങളിൽ നിന്നും തുടങ്ങിയ നമ്മളുടെ മെമ്പർഷിപ്പിന്റെ ബേസ് 42,868 നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ 2 ആണ് മെമ്പർഷിപ്പിൽ നിന്ന് വരുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 100 രൂപയാണ് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ മിനിമം 2 ഷെയർ എടുത്തിൽ തുടങ്ങി 1 ലക്ഷം രൂപയുടെയും 2 ലക്ഷം രൂപയുടെയും ഒക്കെ ഷെയർ എടുത്ത മെമ്പർമാരിൽ നിന്ന് നമ്മൾ ആരംഭിച്ചത് 15 ലക്ഷം രൂപയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ മെമ്പർഷിപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ന് 10,56,35,300 രൂപയാണ്. 10,56,35,300 ആണ് നമ്മളുടെ ഷെയർ ക്യാപിറ്റലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വി ഹാവ് കളക്ടിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മൾ ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ ഡെപ്പോസിറ്റ് സ്കീമുകളിൽ നമ്മൾക്ക് കഴിഞ്ഞ
കഴിഞ്ഞ 4 വർഷങ്ങളിലായി തുടർച്ചയായി 100 കോടിയിലധികം, കഴിഞ്ഞ വർഷം അത് 150 കോടിയിലധികം ശേഖരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇയർലി പ്രത്യേകമായിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റുകൾ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നേരത്തെ സ്വീകരിച്ച ഷെയറുകളും ഡെപ്പോസിറ്റുകളും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വായ്പകൾ, പ്രതിവർഷ വായ്പകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് 111 കോടി രൂപയുടെ വായ്പ കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ വർഷത്തിൽ 25 and 26 ഇതുവരെയായിട്ട് നമുക്ക് 98 crore 77 lakh നമുക്ക് കഴിഞ്ഞ ഡിസംബർ വരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും മാർച്ചിലെയും കൂടി റിപ്പോർട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മറികടന്നുകൊണ്ട് കൂടുതൽ വായ്പകൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ഫോർ ദ ലാസ്റ്റ് ഇയർ 2024 and 25 we could achieve a milestone to disperse loan amount of that exceeding 100 crores. For the last year we could issue a loan amounting to rupees 111 crore, and this year also we expect to cover the same amount. So in brief, what we are operating in 3 states with 8 offices including the head office, and we are supporting 25,000 families, and yearly we could cross the 150 crore, and so far for the last 12 years of operation we could disperse 730 crore loan. കഴിഞ്ഞ 12 വർഷം കൊണ്ട് സംഗമത്തിന് മാത്രമായിട്ട് 730 കോടി രൂപയുടെ വായ്പകൾ ഇതുവരെ നമ്മുടെ മെമ്പർമാർക്ക് നമുക്ക് ലഭ്യമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 730 കോടി എന്ന് പറയുന്നത് സംഗമത്തെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് ആകുന്നത് അതിന്റെ ഒരു 10% ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു വോളിയം എന്ന് പറയുന്നത് അത്രയും പലിശരഹിതമായ ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ബദൽ ഇൻട്രസ്റ്റ് ഫ്രീ സിസ്റ്റം വർക്ക് ചെയ്യുമോ, അക്കാഡമിക് സബ്ജക്റ്റിൽ നിന്ന് അതിന്റെ പ്രായോഗിക തലത്തിൽ വരികയും ആ പ്രായോഗിക തലത്തിൽ നിന്ന് മുന്നോട്ട് പോയി അത് ലാഭം ഉണ്ടാക്കുന്ന തലത്തിൽ നിന്ന് ബിൽഡിംഗ് ഉണ്ടായി അസറ്റ് ക്രിയേഷനിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ ഹോണർ ടു ബി ഹിയർ ആൻഡ് ടു ഡിക്ലെയർ ദാറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് ദിസ് സബ്ജക്ട് ഇൻട്രസ്റ്റ് ഫ്രീ മൈക്രോഫിനാൻസ് ആസ് an academic, and we have established an institution. There were so many doubts that whether this can be moved or this can be a successful venture. But after 12 years of this operation, we can see that it is an establishment, and we can ensure that this kind of establishment can be moved and which can see as an example that this will prevail in the current scenario with this much amount of loans and deposits. And also that now the venture, this kind of venture, that an interest-free venture has started to have the increase the profit, and we have now creating asset as own building. So that is a successful story, and this is I am submitting before you. ഇതാണ് സംഗമത്തിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എല്ലാവർക്കും സംഗമത്തിന്റെ ഡയറക്ടർ ബോർഡിന്റെയും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന്റെയും ഹൃദയംഗമമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. I concluding my presentation and this report with a heartful thanks to all of the members who have been supporting the venture for the last 12 years without any hesitation. Thank you, and I am Alhamdulillah. Assalamu alaikum.